2002 മുതൽ നിർമ്മിച്ചു തുടങ്ങിയ ആനിമേഷൻ മൂവി സീരീസാണ് ഐസ് ഏജ്. ഈ വീഡിയോയിൽ നമുക്ക് ആദ്യ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാം. മൂവി നടക്കുന്നത് 20,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വിന്ററിലാണ്. സ്ക്രാറ്റ് അക്കൗണ്ട് ഒളിപ്പിക്കാൻ ഒരിടം തേടി നടക്കുകയാണ്. പക്ഷെ അതൊരു വലിയ ഐസ് മല പിളർക്കുന്നതിന് കാരണമാകുന്നു. എക്കോണും കൊണ്ട് അവൻ ജീവൻ കൊണ്ട് ഓടുന്നുണ്ട്. വരാൻ പോകുന്ന ഐസേജിൽ നിന്നും പലായനം ചെയ്യുന്ന ഒരു കൂട്ടം മൃഗങ്ങളുടെ ഇടയിൽ അവൻ പെടുന്നു. എല്ലാവരും പോകുന്നതിന്റെ എതിർദിശയിൽ ഒരു വോളി മാമത്ത് പോകുന്നുണ്ട്. അതാണ് മാൻഫ്രെഡ് എന്ന മാനി. ഈ സമയം സിഡ് എന്ന സ്ലോത്ത് ഉറക്കമുണരുമ്പോൾ അവനെ ഒഴിവാക്കി കടന്നു കളഞ്ഞിരിക്കുകയാണ് ഫാമിലി. 2 ബ്രോണ്ടോത്തറസിന്റെ ഇടയിലേക്ക് അവൻ എത്തുന്നു. സിഡ് അറിയാതെ അവരുടെ ഭക്ഷണ സമയം അലങ്കോലമാക്കുന്നു. കലിപ്പിൽ സിഡിന് 2 എണ്ണം കൊടുക്കാൻ പോകുമ്പോൾ സിഡ് മാനിയുടെ മുന്നിലാണ് പെടുന്നത്. മാനി 2നെയും എടുത്ത് ഒറ്റയേറ് കൊടുക്കുന്നു. സിഡ് ഒറ്റയ്ക്കാവാൻ പേടിയായതിനാൽ മാനിയുടെ കൂടെ കൂടുകയാണ്. കലബിലെ നോൺസെൻസ് വർത്താനം കാരണം സിഡിനെ ഒട്ടും മാനിക്ക് പിടിക്കുന്നില്ല. ഈ സമയം കുറച്ചു ദൂരെ ഒരു മനുഷ്യഗോത്രത്തെ കാണാം. അതിലെ ഒരു ചക്കര കുടമാണ് റോഷൻ. ഗോത്രത്തെ നോക്കി ഒരു കൂട്ടം സാബർടൂത്ത് കടുവകളെ കാണാം. അവരിലെ പകുതി പേരെ മനുഷ്യൻ തോലിനു വേണ്ടി കൊന്നതിന് പകരമായി അന്ന് രാത്രി റോഷനെ പിടിച്ചുകൊണ്ടുവന്ന് കൊല്ലാനുള്ള പ്ലാനിലാണ് ലീഡർ സോട്ടോ. ദൗത്യം ഡിയേഗോയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. രാത്രിയാവുന്നു. സോളോയും ടീമും മനുഷ്യരെ ആക്രമിക്കുകയാണ്. ഡിയാഗോ റോഷനെ കാണുന്നു. എന്നാൽ അവന്റെ അമ്മ അവനെയും എടുത്തു ഓടുന്നു. ഡിയാഗോ പിന്നാലെയും. അവൾ കൊച്ചിനെയും കൊണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് ചാടുന്നു. കടുവകൾ പിന്മാറുകയാണ്. ഡിയാഗോ റോഷനെ മിസ് ചെയ്തതിൽ സോട്ടോ കലിപ്പിലാണ്. ഒന്നുകിൽ റോഷൻ അല്ലെങ്കിൽ ഡിയാഗോ ഒരു മരണം ഉറപ്പാക്കിയിട്ടുണ്ടവർ. അങ്ങനെ ഡിയാഗോ അവനെ തിരഞ്ഞിറങ്ങുന്നു. ഒലിച്ചുപോയ റോഷനും അമ്മയും എത്തിപ്പെടുന്നത് മാനിയുടെയും സിഡിന്റെയും മുന്നിലാണ്. അവരെ കുഞ്ഞിനെ ഏൽപ്പിച്ച് അമ്മ മരണത്തിന് കീഴ്പ്പെടുകയാണ്. റോഷനെ എടുക്കാതെ മാനി മടങ്ങുമ്പോൾ മുകളിൽ പുക കണ്ട് അവിടെയായിരിക്കും അവന്റെ താവളം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാൻ സിഡ് പറയുന്നു. എന്നാൽ മാനി സമ്മതിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ സിഡ് തനിച്ചു കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ഒറ്റ പോക്കാണ്. റോഷൻ അവന്റെ കയ്യിൽ നിന്ന് വീഴാൻ നിൽക്കെ മാനി പിടിക്കാൻ നിൽക്കുമ്പോൾ ഡിയാഗോ വന്ന് റോഷനെ പിടികൂടുന്നു. പക്ഷെ മാനി അവനെ തിരിച്ചു മേടിക്കുന്നു. താൻ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ വന്നതാണെന്ന് ഡിയാഗോ പറയുന്നു. അവന്റെ ഗോത്രക്കാർ അവിടുന്ന് മടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. എന്നാൽ മാനി ഇതൊന്നും വിശ്വസിക്കുന്നില്ല. മുകളിലെത്തിയപ്പോൾ മനുഷ്യർ സ്ഥലം വിട്ടത് മാനി മനസ്സിലാക്കുന്നു. ഡിയാഗോ അവിടെ എത്തുന്നു. താൻ പറഞ്ഞിരുന്നില്ലേ മനുഷ്യർ പോയെന്ന്? പോയ വഴി ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ സഹായിക്കാമെന്ന് പറയുന്നു. അങ്ങനെ കൂടെ കൂടുന്നു. യാത്രക്കിടയിൽ കൊച്ചു ഭയങ്കര കരച്ചിലാണ്. അത് നിർത്താൻ പല പണിയും എടുക്കുന്നുണ്ട് 3 പേരും. അവസാനം വിശപ്പാണെന്ന് മനസ്സിലാക്കി ഒരു തണ്ണിമത്തൻ കണ്ട് അത് എടുക്കാൻ നിൽക്കുമ്പോൾ കുറെ ഡോഡോസ് വരുന്നു. ഡോഡോസ് തണ്ണിമത്തൻ അവർക്ക് കൊടുക്കുന്നില്ല. പക്ഷെ ഷിഡ് ഒന്ന് കൈക്കലാക്കി അവന് എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവന്റെ വിശപ്പും മാറ്റുന്നു. രാത്രി കഴിക്കാൻ സിഡിന് ഒരു അക്കൗണ്ട് കിട്ടുമ്പോൾ അത് സ്ക്രാറ്റിന്റെ ആണല്ലോ. അത് അവൻ തിരിച്ചു മേടിക്കുന്നു. എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നിയപ്പോൾ ഡിയാഗോ കൊച്ചിനെ എടുക്കാനുള്ള പ്ലാനിലാണ്. പക്ഷെ സംഗതി നടക്കുന്നില്ല. ഡിയാഗോ തന്റെ ടീമിന്റെ മെമ്പേഴ്സിനെ കാണുന്നു. സോട്ടോയുടെ പറ കൊച്ചിന്റെ കൂടെ കുശാലാക്കാൻ ഒരു മാമോത്തിനെയും സ്ലോത്തിനെയും കൊണ്ടുവരുന്നുണ്ടെന്ന്. അതെ, ഡിയാഗോ മാനെയും കൂട്ടരും കൊണ്ടുപോകുന്നത് ഹാഫ് പീക്കിലെ കടുവ കൂട്ടത്തിന്റെ സംഗീതത്തിലേക്കായിരുന്നു. രാവിലെ ഉണർന്നപ്പോൾ കൊച്ചിനെ കാണുന്നില്ല. സിഡിനെയും 2 സ്ലോത്ത് പെണ്ണുമ്പിള്ളമാരുടെ കൂടെ സൊള്ളിയിരിക്കുകയാണ് പുള്ളി. മാനി അവിടെ എത്തുന്നു. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടരുന്നു. പോകുന്ന വഴിയിൽ സ്ക്രാറ്റിനെ കണ്ട് മനുഷ്യരെ കണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. ഡിയാഗോനെ പോലെ കുറെ എണ്ണത്തിനെ കണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഡിയാഗോ സമ്മതിച്ചാലല്ലേ. നടന്ന് ഒരു ഗുഹയിലെത്തുന്നു. അവിടെ മനുഷ്യർ താമസിച്ചതിന്റെ തെളിവുകളുണ്ട്. നിറയെ കേവ് പെയിന്റിങ്സ് ആണ്.
മാനിയെ പോലുള്ള ജീവികളുടെ ഫാമിലി കാണുന്നു. കൂട്ടത്തോടെ ജീവിക്കേണ്ടവരാണ് മാമോത്തുകൾ. മാനി താൻ തനിച്ചാണെന്നും ഒറ്റപ്പെടൽ എത്ര ക്രൂരമാണെന്നും മനസ്സിലാക്കുന്നു. തന്റെ ഒറ്റപ്പെടലിന് കാരണം മനുഷ്യരാണെന്നും. എങ്കിലും റോഷനോട് അവൻ അടുക്കുകയാണ്. ഈ സമയം റോഷന്റെ അച്ഛൻ അവനെ ട്രേസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്, പക്ഷേ കണ്ടെത്താൻ കഴിയുന്നില്ല. ടീം പോകുന്ന വഴിയിൽ ഒരു വോൾക്കാനോ ഉണ്ടെന്ന് വൈകിയാണ് മനസ്സിലാക്കുന്നത്. കടക്കാൻ ശ്രമിക്കവേ വോൾക്കാനിൽ വീഴാൻ നിൽക്കെ സ്വന്തം കാര്യം പോലും നോക്കാതെ മാനി ഡിയാഗോയെ രക്ഷിക്കുന്നു. എന്തിനത് ചെയ്തെന്ന് ഡിയാഗോ ചോദിക്കുമ്പോൾ ഒരു ടീമായാൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് മാനി തിരിച്ചു മറുപടി പറയുന്നു. ഈ സമയം ഹാഫ് പീക്കിൽ അവരുടെ വരവും കാത്ത് ഒരു കൂട്ടരുണ്ട്. ഇതിനിടയിൽ റോഷൻ ആദ്യമായി നടക്കാൻ പഠിക്കുന്നു. ആദ്യമായി നടന്നെടുക്കുന്നത് ഡിയാഗോയുടെ അടുത്തേക്കാണ്. തന്റെ ഉദ്ദേശത്തിലും ചെയ്തികളിലും ഡിയാഗോ സ്വയം ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഹാഫ് പീക്കിൽ എത്താറാവുമ്പോൾ ഡിയാഗോ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സത്യമെല്ലാം തുറന്നു പറയുന്നു, ക്ഷമ പറയുന്നു. മാനി എന്നാൽ ചൂടാവുകയാണ്. എന്നാൽ എന്നെ വിശ്വസിക്കൂ, ഞാൻ രക്ഷിക്കാമെന്ന് ഡിയാഗോ പറയുന്നു. ഡിയാഗോ തനിച്ച് കടുവകളുടെ അടുത്തെത്തുന്നു. സിഡ് റോഷനുമായി വരുന്നു. സിഡ് ഒരു സ്ലെഡ്ജർ ഉണ്ടാക്കി പിന്തിരിഞ്ഞോടുകയാണ്. കടുവകൾ പിന്നാലെ. റോഷനെ കിട്ടിയെന്ന് വെച്ച് നോക്കുമ്പോൾ സോട്ടോക്ക് മനസ്സിലാവുന്നു അവൻ ചതിക്കപ്പെട്ടെന്ന്. മാനി അപ്പോഴേക്കും അവിടെ എത്തി അവരെ തള്ളി താഴെയിടുന്നു. സിഡ് റോഷന്റെ അടുത്തെത്തുമ്പോൾ ഒരു കടുവ പിന്നാലെ കൂടുന്നു, പക്ഷെ അവനിൽ നിന്നും രക്ഷപ്പെടുന്നു. മാനിയെ ആക്രമിക്കാൻ നിൽക്കുമ്പോൾ ഡിയാഗോ തടയുന്നു. പിന്നെ നടക്കുന്നത് വലിയൊരു ഫൈറ്റാണ്. എന്നാൽ ഇതിനിടയിൽ മാനിയെ ആക്രമിക്കാൻ നിൽക്കുമ്പോൾ ഡിയാഗോ അത് തടഞ്ഞ് സ്വയം പരിക്കേൽക്കുന്നു. സോട്ടോ റോഷനെ കണ്ട് ആക്രമിക്കാൻ ചെല്ലുമ്പോൾ ഐസ് സ്പൈക്സ് സോട്ടോയുടെ മേൽ മാനി വീഴ്ത്തുന്നു. അങ്ങനെ സോട്ടോ കൊല്ലപ്പെടുകയാണ്. മരണവക്കിലായ ഡിയാഗോ റോഷാനിയുടെയും സിഡിന്റെയും കൂടെ ഡിയാഗോ വിടുകയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട് റോഷന്റെ അച്ഛൻ തിരിച്ചു പോവുകയാണ്. പക്ഷെ അപ്പോഴേക്കും മാനിയും സിഡും അവിടെ എത്തുന്നു. തന്നെ ആക്രമിക്കാൻ വന്നാണെന്ന് ആദ്യം കരുതുന്നുണ്ടെങ്കിലും പിന്നെ റോഷനെ കാണുമ്പോൾ എല്ലാം മനസ്സിലാവുന്നു. റോഷനെ തിരിച്ചേൽപ്പിക്കുന്നു. അവർ മടങ്ങുകയാണ്. എന്നാൽ റോഷൻ അവരുടെ അടുത്തേക്ക് പോയി കെട്ടിപ്പിടിക്കുന്നു. ഡിയാഗോ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവൻ അവിടെ എത്തുന്നു. ഇനി മുതൽ ചങ്ക് ബ്രോസായി മൂവർ സംഘം യാത്ര തുടരുന്നിടത്ത് മൂവി അവസാനിക്കുകയാണ്. പിന്നെ നമ്മുടെ സ്ക്രാറ്റിന്റെ കാര്യം. ഐസിൽ കുടുങ്ങി സ്ക്രാറ്റ് അക്കോണിന്റെ കൂടെ തന്നെയുണ്ട്. പക്ഷേ അവൻ കാരണം ഒരു വോൾക്കാനിക് എക്സ്പ്ലോഷൻ കൂടെ നടക്കാൻ പോവുകയാണ്.